നാട് നീങ്ങിയ ദുഃഖവാർത്ത ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. ഇനി ഞാൻ യുവരാജാവല്ല, മഹാരാജൻ, ഈ മിഥ്യാപുരിയുടെ മഹാരാജൻ. ഈ മിഥ്യാപുരിയുടെ മുഖച്ഛായ ഞാൻ സാധാരണപ്പെട്ട വികസന സമവാക്യങ്ങളെ ഞാൻ പൊളിച്ചെഴുതും. ചൈനിറങ്ങിയ വയലുകളും വെറുതെ കിടക്കുന്ന കുന്നുകളും അമ്പര ചുംബികൾക്കും മണിമന്ദിരങ്ങൾക്കും വഴിമാറും. അവിടെ ആ അരുവി പിളർന്ന് ഞാനൊരു എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവരും. സർവാഭരണ വിഭൂഷിതരായ JCBകൾ ഇവിടെ ക്ഷീരം നിറഞ്ഞു കവിയും ഈ വിദ്യാപുരിയിൽ കോളയുടെ വിപ്ലവം ആകലമാകും. രാജാവിന്റെ പദത്തിന്റെ വാച്ചാർത്ഥമങ്ങ് മറന്നുപോകും. മരുഭൂമിയിൽ മർമ്മം തീർക്കാൻ ശ്രമിക്കുന്നത് ജനപക്ഷത്ത് നിന്നും അകന്നു നിന്ന് ഇവരല്ലാതെ ചിത്രം വരയ്ക്കണം. അങ്ങ് യാഥാർത്ഥ്യത്തിലല്ല, അത് മിഥ്യയിലാണ്. ഞാനാണ് യൗവനം, ഇതെന്റെ കാലമാണ്. ആഘോഷങ്ങളുടെ ഹരിത്തോടനാണ് ഞാൻ. സ്വാതന്ത്ര്യത്തിന്റെ അനന്ത വിഹായസിലേക്ക് ചില കടിച്ചുവിലേക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുവാനുള്ളതായ ഇല്ലാത്തവരും തമ്മിൽ അന്തരം കൂട്ടുകയാണ്. വിമാനത്താവളങ്ങൾക്കും എക്സ്പ്രസ് ഹൈവേകൾക്കും അപ്പുറം മറ്റെന്ത് വികസനമാണുള്ളത്? നിങ്ങൾ പണ്ഡിതരോ അതോ വികസന വിരോധികളോ? അമ്പരം ചുംബിക്കുന്ന ചില്ലുമേളകൾ വിട്ടെറിഞ്ഞ് അങ്ങ് ഈ പച്ചമണ്ണിലേക്ക് ഇറങ്ങി വരൂ. തല ഉയർത്തി നിൽക്കുന്ന നമ്മുടെ വികസന ചിഹ്നങ്ങൾക്കും അപ്പുറം ഒരു അപ്പക്കണക്കിന് വേണ്ടി ജയിക്കുന്ന ആ അമ്മയുടെ രോദനം കാണുന്നു. സ്വന്തം കുഞ്ഞെ ജനങ്ങൾ ശ്രമിക്കുന്നു. സമൂഹത്തിൽ കൊടികുത്തി വാഴുന്ന ദാരിദ്ര്യത്തിന്റെ ഇരകളെ പോലും എന്ന് മാറ്റിയെടുക്കുന്നില്ല. സമൂഹത്തിലെ പ്രശ്നങ്ങൾ നേരിട്ടറിയുകയും അതിന് പരിഹാരം കാണാൻ ബാധ്യതയ്ക്ക് ഈ അമ്മയുടെ പ്രശ്ന പരിഹാരമായി ഒരു ബക്കറ്റ് ബില്ലിലൂടെ ധനസഹായം രൂപീകരിക്കാൻ ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ എവിടെയും ധാരമായ സംഭാവനകൾ ഞങ്ങൾക്ക് സമർപ്പിക്കും. ഈ അമ്മയുടെ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് തന്നെ. എന്നാൽ പാർട്ടിയില്ലാതെ ജനങ്ങളില്ല.
നീ കൂടി ചേർന്ന ഇനി ബാക്കിയുണ്ടോ സത്യത്തെ ഗണഹസ്തം ചെയ്യുന്ന ക്യാമറ കണ്ണുകൾക്ക് ഇനിയും നിങ്ങൾ കഴിയും. ഈ അമ്മ നാളെ ഞാനാകാം, നിങ്ങളാകാം, ആരുമാകാം. ഭൂമിദേവിക്ക് അവളുടെ പുത്രന്മാരെ പറ്റി പറയാൻ ഏറെയാണുള്ളത്. കയ്യിലെ ജീവിതത്തിൽ ഈ കൊട്ടാരത്തിലെ മുതൽക്കെട്ടുകൾക്കുള്ളിൽ മാത്രമല്ല, മഴ ദൈവങ്ങളുടെ ഒടുങ്ങാത്ത സുതാരിക്ക് കാതോർത്ത് ഇടതാക്കുന്ന കർഷകർ. അങ്ങനെ കഥാകഥകൾ പറയാൻ ഏറെയാണ് മഹാരാജൻ, ഏറെയാണ്. അത് മുൻകൂട്ടി കണ്ട് പരിഹരിക്കുന്നതിലാണ് രാജ്യഭരണത്തിന്റെ അതിനാൽ നാം നിയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലതയും കാര്യക്ഷമതയും നമുക്ക് കാണേണ്ടതൊന്നും കാണുന്നില്ല. അങ്ങിപ്പോൾ പ്രബുദ്ധരം നിർവഹിച്ച ഈ സമൂഹമുണ്ടല്ലോ, വിദ്യാസമ്പന്നരും രാഷ്ട്രീയക്കാരും ഉൾപ്പെട്ട ഈ വലിയ ബുദ്ധിജീവി സമൂഹം, അവരിൽ കണിക പോലും അവശേഷിക്കുന്നില്ല. കണ്ണാടിയിൽ പോയി വരയ്ക്കുന്നത് അവർ വിരച്ചുപിടിച്ച വിഷയങ്ങൾ. ആനുകാലിക പ്രശ്നങ്ങളിലെ കേരളത്തിൽ കഴിച്ചുകൊണ്ടിരുന്ന ജനപ്രിയ പരിപാടി ചർച്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സമൂഹത്തിലെ വിവാദ പാഠപുസ്തകത്തിലെ വിവാദം പാഠഭാഗമാണ് സാമൂഹ്യ പ്രവർത്തകയും സാഹിത്യകാരുമായ ശ്രീമതി ജാനകി, രാഷ്ട്രീയ പ്രവർത്തകയും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ ശ്രീമതി വിജയ, MI ജീവൻ, പ്രവർത്തകനായ ശ്രീമാൻ ഡോറപ്പൻ തേക്കിലക്കാണ്. അപ്പൊ ഞാൻ അപ്പം ഉണ്ടാക്കാം. എല്ലാവർക്കും ചർച്ചയിലോട്ട് സ്വാഗതം. ചർച്ചയിലോട്ട് കടക്കുന്നത് മാതൃഭാഷയെ ബോധപൂർവം മറക്കുന്ന നമ്മുടെ കുട്ടികൾ അങ്ങനെയെങ്കിലും അറിയട്ടെ. ഇത്രയധികം പദങ്ങളെ സന്തുഷ്ടമാണ് നമ്മുടെ ഭാഷ. ശ്രദ്ധിക്കുക സുരേഷ്, തിരിഞ്ഞാണ് നോക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പിന്തിരിയാനുള്ള പ്രവണതയാണ്. നമ്മുടെ സമൂഹത്തിന്റെ പുരോഗതി തടസ്സപ്പെടുത്തുന്നു. പാഠപുസ്തകത്തിൽ ഉദ്ദേശിക്കുകയാണ് ഇവിടെ ചോദിച്ചത്. അങ്ങനെയല്ല, ഈ കാലഘട്ടത്തിൽ തിരിച്ചു വരാനുള്ള ഒരു ആഹ്വാനമാണ്. ഇതൊക്കെ നിങ്ങളുടെ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലെ കഥാപാത്രമായ പക്ഷിയെ അല്ല, അതായത് നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിനെ ബോധപൂർവ്വം ചിന്ത ചെയ്യല്ലേ. കത്തി അമർന്നില്ലെങ്കിൽ നാളെ നമ്മുടെ യുവതലമുറയിൽ അധാർമിക തീജ്വാലകൾ വരികയും അതിൽ നമ്മുടെ ദേശീയബോധത്തിന് ചാമ്പലാകും. അതിൻ്റെതായ നല്ല ഒരു കാര്യം ശൂന്യമാണെന്ന് പറയുന്നത് പോലെ കത്തുന്ന പുരക്കകത്ത് നൂറുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ മാധ്യമ പ്രവർത്തകർ കാമ്പില്ലാത്ത സംശയങ്ങളെ അഭിനയിക്കുന്നത്. ഈ കാമ
വമ്പുള്ള മറ്റു പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ചാളവാസു ഞങ്ങളുടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവനെങ്ങാനും ഒളിപ്പിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ വെറുതെ ലാത്തി വഴി പോലീസ് പോയെന്നോ രക്ഷപ്പെട്ടു വിട്ടേക്കാം. സ്വാമി പിള്ളേർക്ക് പുസ്തകം വാങ്ങിക്കാൻ പറ്റുന്ന കാര്യം നീ നിന്റെ അറിവില്ലായ്മയിൽ നിന്ന് വേണം ചോദ്യം ചോദിക്കുന്നത്. അതിൽ പൂർവാശ്രമത്തിൽ വിവാഹം നിഷിദ്ധമല്ല. ഇവരുണ്ടല്ലോ അതെ, സന്താന ഭാഗ്യമില്ലാതെ ഏറെ കൊടുത്തേയുള്ളൂ. ഇന്ന് ഞാൻ അച്ഛനാണ്. നിയമം കൈയടിക്കരുത്. വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവരെ പിടിക്കാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇവരെ കൊണ്ട് പോകൂ. അപ്പുറത്തെ വഴിയിൽ പുതിയൊരു സ്വാമിയുണ്ട്. നമ്മുടെ ഈ രാജ്യത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ചരക്ക് സസ്യശ്യാമളമായ നമ്മുടെ ഈ രാജ്യത്ത് ഇത്രയധികം പ്രശ്നങ്ങളും. പ്രഭു, പെറ്റമ്മയെ മറക്കുന്ന മക്കളെ അങ്ങ് കാണുന്നില്ലേ? പ്രപഞ്ചോത്പത്തി മുതൽ നമ്മെ സേവിച്ച നമ്മുടെ പ്രകൃതി മാതാവിന്റെ പുത്രൻ ഇതാ അതിരെ വന്നിരിക്കുന്നു. ആ അമ്മയുടെ വരണം നമ്മോട് വിളിച്ചോളൂ. ഇനിയും മഴ കഴിയാതിരുന്നാൽ, ഈ ഭൂമി ഇനിയും വെള്ളം നൽകാതിരുന്നാൽ ഒരു മുഴം കയറല്ലാതെ മറ്റൊന്നും നമ്മുടെ മുമ്പിൽ മാർഗങ്ങളായില്ല. വികസനത്തിന്റെ മഹാമാന്ത്രികനാണ്. കൂട് വിട്ട് കൂടുമാൻ, കാട് വിറ്റ് കാശുവാൻ, ആടൊരുത്ത് പൂജ്യമാക്കി ഞാൻ ആരാണ് മഹാമാന്ത്രികൻ? വികസനം ഇല്ലാതാക്കുവാനും ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിക്കുവാനും കഴിവുള്ളത് നിങ്ങളുടെ കണ്ണുകളിൽ നീതി നിറഞ്ഞു. വരാനിരിക്കുന്ന മഴയില്ലാതെ, വിളവില്ലാതെ, ഇല്ലാതെ നിങ്ങളുടെ ജീവിതമാകെ വഴിമുട്ടിയിരിക്കുകയാണ് അല്ലേ? ഈ കൃഷിയിടമാണ് ഞങ്ങളുടെ ലോകം. എന്നാൽ ഇന്ന് ഈ മണ്ണും മഴയുമെല്ലാം ഞങ്ങളെ മത്സരിച്ച് ചതിക്കുകയാണ്.
പാശ്ചാത്യ ലോകമാണ്. ഞാനാണ് അതിൻ്റെ വഴികൾ. നിങ്ങളുടെയും പടിഞ്ഞാറിൻ്റെയും ഒരു തടസ്സമായി എത്തുന്നത്. നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഇനി ഇവിടെ ഞാനൊരു റിസോർട്ട് പണിയാം. പിന്നെ മണ്ണിന് പൊന്നിന്റെ വിലയായി നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഈ പുഴയിൽ നിന്ന് പോലെ 120% ഈ ഞാൻ കാണിച്ചത്. ഇനി ഇതല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുന്നിലില്ല. വരണ്ട വയലിൽ ഇവരെന്തിന് ഇനിയും കിളയ്ക്കുന്നു? അല്ല രാജൻ, അല്ല, ഇവരിത് വയൽ കിളയ്ക്കുകയല്ല, ഒരൊറ്റ ദാഹജലം തേടി പറ്റി വരണ്ട പുഴയിൽ കിണർ കുത്തുകയാണ്. മാനവികതയുടെ മൂല്യപ്രശ്നത്തിലൂടെ നാം നടത്തിയ യാത്ര ഓ ഓ ഓ ഓ രക്തം വാർന്നു കിടക്കുന്ന സ്വന്തം സഹോദരൻ നേരെ മരപ്പാവയെ പോലെ നിർവികാരനെ നിൽക്കുന്ന ജീവ സമൂഹത്തിന്റെ നിഷ്ക്രിയത്വം എന്നൊരു ചോദിക്കുന്നു. ഇല്ല മഹാരാജൻ, അങ്ങയുടെ ഈ ചോദ്യത്തിന് ഉത്തരം തരേണ്ടത് ഞാനല്ല. അങ്ങയുടെ മുമ്പിലുള്ള ഞാനാണ് യുവത്വം. ഇതെന്റെ കാലമാണ്. മാറ്റങ്ങളുടെ കളിത്തോടനാവേണ്ടവനായിരുന്നു ഞാൻ. നന്മയുടെ അനന്ത വിഹായത്തിലേക്ക് ചിറകടിച്ചു വരേണ്ട എനിക്ക് എന്തുകൊണ്ട് കുതിപ്പ് കൈമോശം വരുന്നു? ചിരിക്കുന്ന മുഖം മൂടി അഞ്ഞോ സൃഷ്ടിച്ച ഈ കപട ലോകത്ത് എന്തുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് എന്റെ കാഴ്ചകൾ വാങ്ങുന്നു? കാലിയായ മുഴക്കങ്ങൾ ഉച്ചഭാഷണം ചെയ്ത് എന്തിന് എന്തിന് ഞാൻ എന്റെ കാതുകൾ കൊട്ടിയടിക്കുന്നു? എന്തിന് ഞാൻ എന്റെ ഹൃദയത്തെ വഞ്ചിച്ച് യുക്തിയിലേക്ക് ഊളിയിട്ടിറങ്ങുന്നു? എന്തിന് ഞാൻ എന്റെ പൊക്കിൽ കുളിച്ചൊഴിച്ച് ഈ കവളജാലങ്ങൾക്ക് തൊങ്ങച്ചാക്കി? എന്തിന് ഞാനൊരു കോമാളിയായി ഇവിടെ മരിച്ചു വീഴുന്നു? ഞാനാണ് യൗവനം. ഇതെന്റെ ലോകമാണ്. എന്റെ ഈ ലോകത്ത് നിഷ്ക്രിയനായിരിക്കാൻ എനിക്കെന്ത് അവകാശം? നിനക്കെന്ത് അവകാശം? നമുക്കെന്ത് അവകാശം? ഇതൊരു പുതിയ പുനരിക്ക് തുടക്കമാകട്ടെ. മാറ്റങ്ങളുടെ കാഹളം മുഴങ്ങട്ടെ.